ഈ ഒരു വീഡിയോയില് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു കാര്യം അതെന്താന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞു. പ്രത്യേകത ഈ ഗിഫ്റ്റ് ആരും പൊട്ടിച്ചു നോക്കാൻ പാടില്ല. അതൊക്കെ കറക്റ്റ് നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഞാനും ഭയങ്കര എക്സൈറ്റ്മെന്റ് നിൽക്കുന്നത് കാണാൻ എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. കാരണം എന്റെ ഫാമിലിയിലുള്ള മൂത്ത പെങ്ങളെ ഞാൻ ഇതിലേക്ക് വിളിക്കാണ്. രണ്ടാമത്തെ പെങ്ങളെ ഇന്ന് ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് അവളെ മരുമകളെ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കാണ്. സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാല് എൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ട് 1 വർഷം കഴിഞ്ഞു. ഉമ്മ പോണേരം എൻ്റെ അടുത്ത് കുറച്ച് ഗോൾഡ് ഏൽപ്പിച്ചിരുന്നു. അത് ഇന്നേ വരെ എൻ്റെ പെങ്ങന്മാരും ജ്യേഷ്ഠന്മാരും അനിമാരും ചോദിച്ചിട്ടില്ല. അത് ഞാൻ ഇന്ന് ഇവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഉമ്മച്ചിക്ക് വേണ്ടി ദുആ ചെയ്യാം. ഇന്ന് തുറക്കെ ഉമ്മച്ചി റബ്ബന സഹീറ. ഇത് ഉമ്മൻ്റെ ഒരു മുതലാണ്. നിങ്ങളെ മരണം വരെ ഇത് നിങ്ങളിതിന് മകളുടെ കല്യാണ ദിവസം ഒരു ജ്യേഷ്ഠൻ സ്വന്തം പെങ്ങന്മാർക്ക് കുറച്ച് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഗിഫ്റ്റ് എന്താന്ന് വെച്ചാല് അവരുടെ ഉമ്മാന്റെ കുറച്ച് ഗോൾഡാണ്. ആ കയ്യിൽ പറയുന്നുണ്ട്, ഈ എന്റെ ഉമ്മ മരണപ്പെടുന്ന സമയത്ത് എന്റെ കയ്യിൽ ഏൽപ്പിച്ച കുറച്ച് ഗോൾഡാണത്. ഇതെന്റെ ജ്യേഷ്ഠന്മാരോ പെങ്ങന്മാരോ ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ലാന്ന്. എന്നെ സ്ട്രൈക്ക് ചെയ്ത വാക്കതാണ്. ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയിട്ട് സ്വന്തം കൂടപ്പറപ്പിനെ പറയാൻ പാടില്ലാത്ത വാക്കുകളും അല്ലെങ്കിൽ വെട്ടിക്കൊല്ലാൻ പോലും മനസ്സുണ്ടാവുന്ന ആളുകൾക്കിടയിലാണ് ഇങ്ങനെ ഒരു കാര്യമുള്ളത്. നമ്മളൊക്കെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പരിസരങ്ങളിലോ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഒരു വീട്ടിലെ ഗൃഹനാഥൻ മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലെ കുടുംബ സ്വത്തിന് അല്ലെങ്കിൽ ഉമ്മാന്റെ സ്വർണത്തിന് വേണ്ടിയിട്ട് വാപ്പ സ്വരൂപിച്ചു വെച്ച ആരും കാണാതെ എടുത്തു വെച്ച കുറച്ച് പൈസ ഉണ്ടായിരുന്നു, അത് പങ്കിട്ടെടുക്കാൻ വേണ്ടിയിട്ട് കടിപിടി കൂടുന്ന കൂടപ്പറപ്പിങ്ങളായിട്ടുള്ള ആളുകൾക്കിടയിലാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു കുടുംബം. നിങ്ങളുടെ കുടുംബം ഉണ്ടല്ലോ, എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ആ സ്വർണം എന്താ ചെയ്തെന്ന് ജ്യേഷ്ഠനോട് ഒരിക്കൽ പോലും ചോദിച്ചില്ല എന്ന് ജ്യേഷ്ഠൻ പറയുന്നുണ്ടോ. വലിയൊരു വാക്കാണത്. അത് ചെറിയൊരു കാര്യമല്ല. കാരണം ഈ സമകാലിക കാലഘട്ടത്തിൽ അത് വലിയൊരു വാക്കാണ്. നിങ്ങൾ വലിയൊരു മാതൃകയാണ്. ഈ സമകാലിക കുടുംബ കലഹങ്ങൾ നടത്തുന്ന കുടുംബങ്ങൾക്ക് നിങ്ങൾ വലിയൊരു മാതൃകയാണ്. നിങ്ങളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. ആ വാക്കിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. എനിക്ക് ഈ ഒരു 3 മിനിറ്റിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ 2 മിനിറ്റിന്റെ ഉള്ളിൽ പറഞ്ഞു തീരാൻ കഴിയാത്ത, വ്യാഖ്യാനിക്കാൻ കഴിയാത്ത വിധം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പല കുടുംബങ്ങളും പലതും പഠിക്കാനുണ്ട് എന്ന് വലിയൊരു സത്യമാണ്. നിങ്ങളെല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ.